നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്ന് പറയാതെ നമ്മളുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം പരിപാടി പമ്പയിൽ നടത്തി. ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആകെ 500-600 പേരെ വന്നുള്ളൂ. അത് തന്നെ ചീത്തയും വിളിച്ച് ഈ തൊഴിലുറപ്പുകാരെയും കുടുംബശ്രീക്കാരെയും സർക്കാർ ജീവനക്കാരെയൊക്കെ വരട്ടി, പല ആൾക്കാരെയൊക്കെ വരട്ടി സ്വാധീനത്തിലാണ് ഈ ഒരു 10-600 പേരെ തന്നെ സംഘടിപ്പിച്ചത്. ഹിന്ദുക്കൾക്ക് ഏതാണ്ട് ബോധം വെച്ച് വരുന്നതായിട്ടാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ചില ഹിന്ദു നേതാക്കന്മാർ, ഞാൻ അവരുടെയും പേര് പറയുന്നില്ല, ചില ആളുകൾ ഈ പിണറായി വിജയൻ്റെ മൂടതാങ്ങികൾ തന്നെ പറയാൻ പറ്റും, അവരൊക്കെ ആ വേദിയിലൊക്കെ പോയിരിപ്പുണ്ടായിരുന്നു. അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ. കാര്യം, സർക്കാരിനെ പേടിക്കേണ്ട തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ സംവിധാനത്തെ പേടിക്കേണ്ട ഗതികേട് അവർക്ക് കാണും. അവർ കുറ്റം പറയാൻ പറ്റത്തില്ല. അന്നേരം അവർ പോയി പിണറായി വിജയൻ്റെ കൂടെ മടിയിലിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ ഹിന്ദുക്കൾ എന്താണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ചെയ്ത ദ്രോഹം, പിണറായി വിജയൻ സർക്കാർ ചെയ്ത ദ്രോഹം എന്താണെന്ന് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള സർക്കാർ നടത്തിയ, അഥവാ പിണറായി വിജയൻ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് പന്തളത്ത് ഭക്തരുടെ ഒരു അയ്യപ്പ സംഗമമുണ്ട്. അത് വൻ വിജയമായി തീരുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. വിജയമാക്കേണ്ടത് ഇവിടുത്തെ എല്ലാ വിശ്വാസികളുടെ ആവശ്യം കൂടിയാണ്. ഈ ഇങ്ങനെയുള്ള സംഗമങ്ങൾ നടത്തുമ്പോൾ ഭക്തരല്ല, ഈ അവിശ്വാസിയായ പിണറായി വിജയൻ സർക്കാർ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്ത പാപം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെമ്മാടത്തിനൊന്നും ആരും മറക്കുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാവക്കറ ഇതോടുകൂടി അങ്ങ് പോകുമെന്നോ എന്ന് നിങ്ങൾ കരുതണ്ട. വരാൻ പോകുന്ന ഇലക്ഷൻ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത് തന്നെ എല്ലാ ആൾക്കാർക്കും അറിയാം. അന്നേരം പണ്ടൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമായിരുന്നു. ഇനിയുള്ള കാലം ഈ പറ്റിക്കലും പരിപാടികളൊന്നും നടക്കത്തില്ല. നിങ്ങളുടെ എല്ലാ കൊള്ളരുതായികളും, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമ്മുടെ വിരൽ തുമ്പിൽ നമ്മുടെ ഒരു ഫോണും ഒരു സിമ്മും വൈഫൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായി അറിയാൻ പറ്റും. പണ്ട് മറ്റ് ചാനലുകളും ഒന്നുമില്ല സമയത്ത് പാർട്ടി ചാനലൊക്കെ വെച്ചിട്ട് തട്ടിയും മുട്ടിയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് വരാൻ പറ്റി. ഇനി അങ്ങനെയല്ല, ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ സംഗമം പൊളിഞ്ഞ സ്ഥിതിക്ക് വരാൻ പോകുന്ന ഭക്തരുടെ സംഗമം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ജയ് ഹിന്ദ്.